നമസ്കാരം. ഒരു രാഷ്ട്രീയക്കാരന് നാളെയും അടുത്ത ആഴ്ചയും അടുത്ത മാസവും അടുത്ത വർഷവും എന്ത് സംഭവിക്കും എന്ന് പറയാനുള്ള കഴിവുണ്ടാകണം. അതുപോലെ തന്നെ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് പറയാനുള്ള കഴിവും ഉണ്ടാകണം. ഇത് പറഞ്ഞത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. ചർച്ചിലിന് കേരളത്തിൽ ഇതാ ഒരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു. CPM-മായി ഇടഞ്ഞ് ഘോര കഠോര വാർത്താ സമ്മേളനങ്ങൾ നടത്തിയ PV അൻവറാണ് പുതിയ താരം. ചേലക്കരയിൽ പിണറായി വിജയനെ പിടിച്ചു കെട്ടാൻ പോയ അൻവർ ഇപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് വിശദീകരിച്ച് നടക്കുകയാണ്. എന്തായാലും നോട്ടയുമായുള്ള മത്സരത്തിൽ 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാനായി എന്നതിൽ അൻവറിന് അഭിമാനിക്കാം. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന DMK ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ തടയണയാണ് എൻ്റെ സന്ദേശം എന്നൊക്കെ അൻവർ പറയുന്നത് കേട്ടപ്പോൾ എണീറ്റു നിന്ന രോമങ്ങൾ ഇതുവരെ താഴ്ന്നിട്ടില്ല. എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ചേർന്ന് നടത്തുന്ന കൂട്ടുകച്ചവടത്തെക്കുറിച്ചൊക്കെ ആക്രോശിക്കുന്നത് കണ്ട് അൻവറിനെ മുഖ്യമന്ത്രിയാക്കാനായി പിണറായി വിജയൻ തന്നെ ആ കസേരയിൽ നിന്ന് മാറിക്കൊടുക്കും എന്നു കരുതിയവർ വരെ ഈ കേരളത്തിലുണ്ട്. ആ അൻവറാണ് പാലക്കാട്ടു നിന്ന് സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കള്ളക്കച്ചവടക്കാരെന്ന് മുദ്ര കുത്തിയ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത്. മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ പാലക്കാട്ടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച അൻവർ അതേ മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനായി ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിച്ചു. ഹോ, എന്തൊരു നയവും നിലപാടുമുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. പിന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചതിൽ അൻവറിനെ കുറ്റം പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും DNA ഒന്നാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു അത്. അതേക്കുറിച്ച് അൻവർ പിന്നീട് ഒന്നും പറയാത്തതിൽ DNA-യിൽ സംശയമില്ലെന്ന് കരുതി കോൺഗ്രസ്സുകാർക്ക് സമാധാനിക്കാം. അൻവർ സഖാവേ, അഴിമതി എന്ന വാക്ക് കേട്ടാൽ അറയ്ക്കുന്ന അങ്ങ്, അതിനെതിരെ കായംകുളം വാളെടുത്ത് വീശുന്ന അങ്ങ്, VD സതീശൻ ഒരു മണി ചെയിൻ തട്ടിപ്പുകാരനാണ് എന്ന് നിയമസഭയിൽ ആഞ്ഞടിച്ച അങ്ങ്, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനായി നടത്തിയ കൂട്ടുകൃഷി താങ്കളെ ഒരു മഹാനാക്കി മാറ്റിയിരിക്കുന്നു. കൊഞ്ചൻ ചാടിയാൽ മുട്ടോളം, പിന്നേം ചാടിയാൽ ചട്ടിയിൽ എന്നുണ്ടല്ലോ. അൻവർ സഖാവിൻ്റെ ഈ ചാഞ്ചാട്ടം കോൺഗ്രസ് ചട്ടിയിലേക്കുള്ള ചാട്ടം തന്നെയല്ലേ? അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ അങ്കമാലി ഫോർ കാലടി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അൻവർ ഫോർ UDF എന്നൊരു ചുവരെഴുത്ത് അവിടെയായി തുണിമാറ്റി പുറത്തു വരുന്നില്ലേ എന്നൊരു സംശയം. നാട്ടുകാരുടെ ഈ സംശയം തീർക്കാൻ അൻവറിന് എത്രയും വേഗം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.